Hello. In this section, we are discussing about the agricultural regions in Kerala. Agriculture zones in Kerala. കേരളത്തിനെ പല രീതിയിലുള്ള അഗ്രികൾച്ചർ സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ആഗ്രോ ക്ലൈമാറ്റിക് സോൺസ്. ആഗ്രോ ക്ലൈമാറ്റിക് സോൺ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കേരള is divided into various agro climatic zones based on topography, climate, soil type, nearness to sea, irrigation facilities and agricultural land utilization. കേരളത്തിനെ പല തരത്തിലുള്ള ആഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഭൂപ്രതലം അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, കാലാവസ്ഥ ക്ലൈമറ്റ് എങ്ങനെയാണ്, സോയിൽ ടൈപ്പ് എങ്ങനെയാണ്, സീ ആയിട്ടുള്ള ലൊക്കേഷൻ എത്രത്തോളം നിയർനെസ് ഉണ്ട്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അഗ്രികൾച്ചർ ലാൻഡ് എന്തിനൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെ വെച്ചിട്ടാണ് ആഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ ആഗ്രോ ക്ലൈമാറ്റിക് സോൺസിനെ പ്രധാനമായിട്ടും 4 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നോർത്ത് സോൺ, സെൻട്രൽ സോൺ, ഹൈ റേഞ്ച് സോൺ, സൗത്ത് സോൺ. In North Zone, the major crops include coconut, paddy and arecanut. In Central Zone, the major crops include coconut, paddy, arecanut, banana and tapioca. And in High Range Zone, the chief crops include tea, coffee, cardamom, pepper. And in the South Zone, the major crops include coconut, paddy, arecanut, banana and tapioca. And the classification അഗ്രികൾച്ചർ പ്രോബ്ലം സോൺസ് ഇൻ കേരള. കേരളത്തിനെ പല രീതിയിലുള്ള അഗ്രികൾച്ചർ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം റീജിയൻസ് ആണ് അല്ലെങ്കിൽ പ്രോബ്ലം സോൺസ് ആണ്. പ്രോബ്ലം സോൺസ് പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് 5 പ്രദേശങ്ങളിലാണ്. ഓണാറ്റുകര അല്ലെങ്കിൽ മാവേലിക്കര, കുട്ടനാട്, പൊക്കാളി, കോഡ്ലാൻഡ്സ്, കൈപ്പാട് ലാൻഡ്സ്. ഓണാറ്റുകര. It is characterized by sandy soil and is not fertile. ഓണാറ്റുകരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കണ്ടുവരുന്നത് സാൻഡി സോയിൽ ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശം അത്രത്തോളം ഫെർട്ടൈൽ അല്ല. Organic manure has to be used to increase productivity. Due to continuous cultivation, the region is characterized by decline in productivity and fall in production. കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഓർഗാനിക് മാന്യൂർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൾട്ടിവേഷൻ കാരണം അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറയുകയും അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ ഒരു ഡിക്രീസ് വരികയും ചെയ്തിട്ടുണ്ട്. പാഡി ഈസ് കൾട്ടിവേറ്റഡ് ട്വൈസ് എ ഇയർ. സിസ്മം ഈസ് ഓൾസോ കൾട്ടിവേറ്റഡ്. വർഷത്തിൽ 2 തവണ അവിടെ പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എള്ള് കൃഷിയും അവിടെ നടത്തുന്നുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ കൊയിലൺ, ചവറ, കരുനാഗപ്പള്ളി, ഓച്ചിറ, കായംകുളം, മാവേലിക്കര, മുതുകുളം and ഹരിപ്പാട്. ഓണാറ്റുകര is also known as Granary of Travancore. ഓണാറ്റുകര അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ പത്തായം എന്നാണ്. കുട്ടനാട്. Kuttanad is considered as a recent sedimentary formation and is shaped by the confluence of 4 major rivers of the state, Meenacham, Manimala, Pamba, Achankovil, draining into the Vembanad Plain. കുട്ടനാടിന്റെ പ്രത്യേകത, കുട്ടനാട് ഒരു റീസെന്റ് ആയിട്ട് ഫോം ചെയ്ത ഒരു സെഡിമെന്ററി ജിയോളജിക്കൽ ഫോർമേഷൻ ആണ്. ഈ ഒരു സെഡിമെന്ററി ഫോർമേഷൻ ഫോം ചെയ്യാൻ കാരണം 4 നദികൾ അവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്, കോൺഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും മീനച്ചലാർ, മണിമലയാർ, പമ്പ, അച്ചൻകോവിൽ. ഈ 4 നദികളിൽ നിന്ന് ഒഴുകി വരുന്ന സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായ ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് കുട്ടനാട് എന്ന് പറയുന്നത്. ഈ 4 നദികളും ചെന്ന് പതിക്കുന്നത് വേമ്പനാട് കായലിലാണ്. The unique feature of paddy cultivation in Kuttanad is that the level of water is few feet higher than the level of surrounding land. കുട്ടനാടിലെ പാഡി കൾട്ടിവേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ വാട്ടറിന്റെ ലെവൽ എന്ന് പറയുന്നത് ചുറ്റുമുള്ള ലാൻഡിന്റെ വാട്ടർ ലെവലിനെക്കാട്ടും കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. It is an area with the lowest altitude in India and one of the few places in the world where farming is carried out below the sea level. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് ഉള്ള ഒരു ഏരിയ ആണ് കുട്ടനാട് എന്ന് പറയുന്നത്. അതുപോലെ വേൾഡിലെ വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് സീ ലെവലിന് താഴെ കൃഷി ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു പ്രദേശം കൂടിയാണ് കുട്ടനാട്. ഇറ്റ് ഈസ് യൂഷ്വലി ഫ്ലഡഡ് ഇൻ റെയിനി സീസൺ ആൻഡ് ഹാസ് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. ഈ കുട്ടനാടിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ എപ്പോഴും റെയിനി സീസൺ വരുന്ന സമയത്ത് ഫ്ലഡ് ഉണ്ടാകുകയും
സോൾട്ട് വാട്ടർ ഇൻട്രൂഡ് ചെയ്ത് കയറുകയും ചെയ്യും. The major occupation in Kuttanad is farming, rice being the staple crop. More than 2 crops were grown alternately each year. കുട്ടനാട് പ്രധാനമായിട്ടുമുള്ള ഒക്കുപേഷൻ എന്ന് പറഞ്ഞ ഫാമിംഗ് തന്നെയാണ്. കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് റൈസ് അല്ലെങ്കിൽ പാഡി തന്നെയാണ്. ഒരു വർഷം ഓൾട്ടർനേറ്റീവ് ആയിട്ട് 2 തരത്തിലുള്ള പാഡി മാറി മാറി കൃഷി ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പുളിങ്കീഴ്, ചമ്പക്കുളം, വെള്ളിയനാട്. പൊക്കാളി ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ഇൻ ബ്രാക്കിഷ് വാട്ടർ. പൊക്കാളി കൃഷി പ്രധാനമായും ചെയ്തു വരുന്നത് ബ്രാക്കിഷ് വാട്ടർ ഉള്ള റീജിയനിലാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ സമ്മർ സീഡ്സ് ആർ സോൺ ഇൻ സോയിൽ ഹീപ്സ്. സമ്മറിന്റെ അവസാനത്തോടു കൂടെ തന്നെ പാഡി സീഡ്സ് മൺകൂനകളിൽ വിതയ്ക്കാറുണ്ട്. റെയിൻ ദാറ്റ് ഫോളോസ് വാഷ് അവേ ദ സലാനിറ്റി ഓഫ് സോയിൽ. ഇനി സമ്മർ കഴിഞ്ഞ് വരുന്നത് റൈനി സീസൺ ആണ്. ഈ റൈനി സീസൺ വരുന്ന സമയത്ത് സോയിലുള്ള എക്സസ് ആയിട്ടുള്ള സലാനിറ്റി അത് വാഷ് ചെയ്ത് കളയും. When the seeds germinate, they are broadcast in the field. അതിനുശേഷം ഈ വിത്ത് മുളച്ചു വരികയും ആ മുളച്ചു വരുന്ന വിത്തുകളെ പാടത്തേക്ക് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. Salinity is the major problem here. മറ്റ് സ്ഥലങ്ങൾ രണ്ടും പറഞ്ഞതുപോലെ കുട്ടനാടും ഓണാറ്റുകരയും പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സലൈനിറ്റി ആണ്. It spread in area of about 5,000 hectares in Alappuzha, Thrissur and Ernakulam districts. പൊക്കാളി കൃഷി പ്രധാനമായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത് 5000 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിലാണ്, പ്രധാനമായും ആലപ്പുഴ, തൃശൂർ, എറണാകുളം ജില്ലകളിൽ. കോൾലാൻഡ് അല്ലെങ്കിൽ കോൾ നിലങ്ങൾ. വെറ്റ്ലാൻഡ് ലൈങ് ഇൻ തൃശൂർ ആൻഡ് മലപ്പുറം ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ തൃശൂർ, മലപ്പുറം ജില്ലകളിൽ പ്രധാനമായിട്ടുമുള്ള വെറ്റ്ലാൻഡ്സിൽ കണ്ടുവരുന്ന ഒരു കൃഷിനിലങ്ങളാണ് കോൾ നിലങ്ങൾ അല്ലെങ്കിൽ കോൾലാൻഡ്സ്. It gives 40% of Kerala's rice requirement and acts as a natural drainage system for Thrissur city and Thrissur district. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റൈസിന് 40% വരുന്നത് കോൾ നിലങ്ങളിൽ നിന്നാണ്. മാത്രമല്ല കോൾ നിലങ്ങൾ തൃശ്ശൂർ സിറ്റിയുടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ടും അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ തന്നെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. The coal wetlands is one of the largest, highly productive and threatened wetlands in Kerala. കേരളത്തിൽ തന്നെ one of the largest ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വളരെ ഭീഷണിയുള്ള വെറ്റ്ലാൻഡ്സിൽ ഉദാഹരണമാണ് കോൾ വെറ്റ്ലാൻഡ്സ്. Acidity, salinity and waterlogging are the main problems. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് acidityയും salinityയും waterloggingും ആണ്. It is located 0.5 to 1 meter below the mean sea level. കുട്ടനാട് പോലെ തന്നെ സീ ലെവലിന് താഴെ സ്ഥിതി ചെയ്യുന്ന വെറ്റ്ലാൻഡ്സ് ആണ് കോൾലാൻഡ്സും. പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് 0.5 മുതൽ 1 മീറ്റർ ബിലോ സീ ലെവൽ ആണ്. The flood water of Chalakudi and Bharatapuzha river brings large quantity of alluvial soil to this area. ഇനി ഈ കോൾ നിലങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ്സ് കൊണ്ടുവരുന്നത് ചാലക്കുടി റിവറിന്റെയും അതുപോലെ തന്നെ ഭാരതപ്പുഴ റിവറിന്റെയും ഫ്ലഡ് വാട്ടേഴ്സ് ആണ്. Kaipad land. Kaipad is a unique coastal wetland rice production tract which is saline prone and naturally organic production tract of northern Kerala. കൈപ്പാട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നോർത്തേൺ കേരളയിലുള്ള കോസ്റ്റൽ വെറ്റ്ലാൻഡ് ട്രാക്റ്റ് ആണ്. പ്രധാനമായും പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൈസ് ആണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സലൈനിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഓർഗാനിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉള്ള ഒരു ട്രാക്റ്റ് ആണ് കൈപ്പാട് ലാൻഡ്. The rice produced from this particular ecosystem is purely organic. കൈപ്പാട് നിലങ്ങളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന റൈസ് എന്ന് പറയുന്നത് purely organic rice ആണ്. Rice farming in Kaipad is carried out in a peculiar way, purely in a natural way, relying on the monsoon and the sea tides. ഇനി കൈപ്പാട് നിലങ്ങളിലുള്ള കൃഷി രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. നാച്ചുറൽ രീതിയിലാണ് അവിടെ കൃഷി ചെയ്യുന്നത്. പ്രധാനമായിട്ടും മൺസൂണെയും അതുപോലെ തന്നെ സീ ടൈഡിനെയും ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ കൃഷി ചെയ്യുന്നത്. സലൈനിറ്റി ഈസ് ദ മേജർ പ്രോബ്ലം. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സലൈനിറ്റി ആണ്. Kaipad tract is seen spread in the North Malabar districts of Kerala in Kozhikode, Kannur and Kasaragod, and coconut is also grown in this uplands. ഈ കൈപ്പാട് ട്രാക്ട് പ്രധാനമായും കണ്ടുവരുന്നത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. റൈസിന് പുറമെ അപ്ലാൻഡ്സിൽ കോക്കനട്ടും കൃഷി ചെയ്യുന്നുണ്ട്. തേർഡ് ക്ലാസിഫിക്കേഷൻ ആഗ്രോ എക്കോളജിക്കൽ സോൺ.
ഇനി മൂന്നാമത്തെ അഗ്രികൾച്ചർ സോൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രോ എക്കോളജിക്കൽ സോൺസ് ആയിട്ടും കേരളത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആഗ്രോ ഇക്കോളജി നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇക്കോളജിക്കൽ പ്രോസസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സിസ്റ്റം. അഗ്രോ ഇക്കോളജി എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലെ തന്നെ ഒരു സ്റ്റഡിയാണ്. അതിൽ പ്രധാനമായിട്ടും സ്റ്റഡി ചെയ്യുന്നത് ഇക്കോളജിക്കൽ പ്രോസസ്സ് എങ്ങനെയാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ ബാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് ആഗ്രോ ഇക്കോളജി. Agroecological zoning defines zones on the basis of combination of soil, landform and climatic characteristics. ഇനി ആഗ്രോ എക്കോളജിക്കൽ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സോൺസിനെ 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അവിടുത്തെ ലാൻഡ് ഫോം എങ്ങനെയാണ്, അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്താണ് ആഗ്രോ എക്കോളജിക്കൽ സോൺ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ആഗ്രോ എക്കോളജിക്കൽ സോൺസ് ഇൻ കേരളത്തിൽ 15 ആഗ്രോ എക്കോളജിക്കൽ സോൺസ് ആണുള്ളത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ 4 പാരാമീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് എന്ന പാരാമീറ്റർ എടുത്തിട്ടുണ്ട്, റെയിൻഫോൾ എങ്ങനെയാണെന്ന് എടുത്തിട്ടുണ്ട്, അവിടുത്തെ ടോപ്പോഗ്രഫി എങ്ങനെയാണെന്ന് എടുത്തിട്ടുണ്ട്, സോയിൽ ടൈപ്പ് എങ്ങനെയാണെന്ന് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സോൺ എന്ന് പറഞ്ഞാൽ ഓണാറ്റുകരയാണ്. 500 മീറ്ററിന് താഴെയാണ് ഓണാറ്റുകരയുടെ ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് വരുന്നത്. റെയിൻഫോൾ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും വളരെ ആക്റ്റീവായിട്ട് മോഡറേറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു റീജിയനാണ് ഓണാറ്റുകര എന്ന് പറയുന്നത്. ടോപ്പോഗ്രഫി പറയുകയാണെങ്കിൽ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വാലീസും അതുപോലെ തന്നെ റേസ്ഡ് ഗാർഡൻ ലാൻഡ്സും ഉള്ള ഒരു പ്രദേശമാണ് ഓണാറ്റുകര. സോയിൽ ടൈപ്പ് സാൻഡിലോമാണ്. പ്രധാനമായി കണ്ടുവരുന്നത് കൊല്ലം, ചവറ, കരുനാഗപ്പള്ളി, ഓച്ചിറ, കായംകുളം, മാവേലിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. രണ്ടാമത്തെ ടൈപ്പ് കോസ്റ്റൽ സാൻഡി ആണ്. ഇതും ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് സോണാണ്. 500 മീറ്ററിന് താഴെയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. ഇവിടെയും സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും ആണ് ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെയും പ്രത്യേകത എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വാലീസും ലെവൽ ലാൻഡ്സും ഒപ്പം തന്നെ റേസ്ഡ് ഗാർഡൻ ലാൻഡ്സും ഉള്ള ഒരു പ്രദേശമാണ് കോസ്റ്റൽ സാൻഡി സോൺ എന്ന് പറയുന്നതും. ഇവിടത്തേത് സോയിൽ ടൈപ്പ് സാൻഡി ലോമാണ്. പ്രധാനമായിട്ടും അമ്പലപ്പുഴ, ആലപ്പുഴ, വൈക്കം, വൈറ്റില, എടപ്പള്ളി, പാരൂർ, കൊടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങൾ കണ്ടുവരുന്നു. ഇനി സദേൺ മിഡ്ലാൻഡ്സ്, ഇതും ലോ ആൾട്ടിറ്റ്യൂഡ് സോൺ തന്നെയാണ്. ഇവിടെയും സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത നാരോ വാലീസും അതുപോലെ തന്നെ സ്റ്റീപ്പ് ഗ്രേഡിയൻസ് ഉള്ള ഹിൽസും ഉള്ള പ്രദേശമാണ് സദേൺ മിഡ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആണ്. പക്ഷെ അവിടെ ബി ഹൊറിസോൺ ഇല്ലാത്ത ടൈപ്പ് ലാറ്ററൈറ്റ് ആണ്. പ്രധാനമായും കണ്ടുവരുന്നത് തിരുവനന്തപുരം, കഴക്കൂട്ടം, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വർക്കല, അഞ്ചാലമൂട്, ചടയമംഗലം, കൊട്ടാരക്കര, ചുറ്റുമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. നാലാമത്തെ സോൺ സെൻട്രൽ മിഡ്ലാൻഡ്. സെൻട്രൽ മിഡ്ലാൻഡ്സിന്റെ പ്രത്യേകത ഇതും ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് സോൺ ആണ്. 500 മീറ്ററിന് താഴെയാണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ റെയിൻഫോളിന്റെ പ്രത്യേകത സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ് കൂടുതൽ മഴ ഇവിടെ ലഭിക്കുന്നത്. അതും 3-4 മാസം വരെ നല്ല രീതിയിൽ ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂലൈയിലാണ് മാക്സിമം എമൗണ്ട് ലഭിക്കുന്നത്. പക്ഷെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ വീക്കാണ് ഇവിടെ. ഇനി അതിന്റെ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ഹിൽസ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷെ മോഡറേറ്റ് സ്ലോപ്പ് ആയിട്ട് ഉള്ള ഹില്ലി റീജിയൻ ആണ് സെൻട്രൽ മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോയിൽ ടൈപ്പ് ലാറ്ററൈറ്റ് ആണ്. ഇത് പ്രധാനമായി കണ്ടുവരുന്നത് പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, മുളന്തുരുത്തി, ഇരിഞ്ഞാലക്കുട, തൃശൂർ, തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. അഞ്ചാമത്തത് നോർത്തേൺ മിഡ്ലാൻഡ്സ്. ഇതും ഒരു ലോ ആൾട്ടിറ്റ്യൂഡ് സോൺ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ഈസ്റ്റ് മൺസൂൺ വളരെ ശക്തമായിട്ട് മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ് 3-4 മാസം വരെ. അതിൽ തന്നെ മാക്സിമം ആയിട്ട് ജൂലൈയിലാണ് അവിടെ മഴ പെയ്യുന്നത്. പക്ഷെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതും മോഡറേറ്റ് സ്ലോപ്പുള്ള ഹിൽസ് ഉള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ടോപ്പ് എന്ന് പറയുന്നത് എഗ്ഗിന്റെ ഷേപ്പിലുള്ള ഹമ്പ് പോണക്കാണ് കാണപ്പെടുന്നത്. ഇനി ഇവിടുത്തെ സോയിൽ ടൈപ്പും ലാറ്ററൈറ്റ് തന്നെയാണ്. ഇനി ഇത് പ്രധാനമായും കണ്ടുവരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വടകര, മേലാടി, ബാലുശ്ശേരി, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ തുടങ്ങിയവയാണ്. മലപ്പുറം ടൈപ്പ് ഇതും ലോ ആൾട്ടിറ്റ്യൂഡ് സോൺ തന്നെയാണ്. ഇവിടെയും സൗത്ത് വെസ്റ്റ് മൺസൂൺ പ്രധാനമായും 3-4 മാസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഏറ്റവും മാക്സിമം ആയിട്ട് ജൂലൈ മാസത്തിലാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് വളരെ വീക്കാണ്. ഇവിടുത്തെ ടോപ്പോഗ്രഫിയും ഹില്ലാണ്. പക്ഷെ അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് ആണ്. സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആണ്. ഇനി പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ തിരൂർ, കുറ്റിപ്പുറം, താനൂർ, വെങ്ങര, മലപ്പുറം, കൊണ്ടോട്ടി, കോഴിക്കോട്, കൊടുവള്ളി, നീലീശ്വരം, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയവയാണ്. മലയോരം. മലയോരത്തിന്റെ പ്രത്യേകതയും അതൊരു ലോ ഓൾട്ടിറ്റ്യൂഡ് സോൺ ആണ്. ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂണും ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രദേശം കൂടെയാണ്.
ഇവിടെയും ഹില്ലാണ്. ഹില്ലിന്റെ പ്രത്യേകത വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുള്ള ഹിൽസ് ആണ് മലയോരത്ത് കണ്ടുവരുന്നത്. ഇവിടെ കണ്ടുവരുന്ന സോയിൽ ടൈപ്പ് എന്നത് ലാറ്ററൈറ്റ് ആണ്, പക്ഷെ ബി ഹൊറസോൺ ഇല്ലാത്ത സോയിലാണ് അവിടെ കണ്ടുവരുന്നത്. ഇനി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പെരിങ്കിടവിള, വെള്ളനാട്, നെടുമങ്ങാട്, വാമനപുരം, പത്തനാപുരം, റാന്നി, വാഴൂർ, പാമ്പാടി, ഈരാട്ടുപേറ്റ, തൊടുപുഴ, മൂവാറ്റുപുഴ തുടങ്ങിയവയാണ്. പാലക്കാട് പ്ലെയിൻ. പാലക്കാട് പ്ലെയിന്റെ പ്രത്യേകത വളരെ ലോ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു സോണാണ്. ഇവിടെയും സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് പ്രധാനമായും മഴ ലഭ്യമാക്കുന്നത്. മാക്സിമം കോൺസെൻട്രേഷൻ ജൂലൈയിലാണ് കണ്ടുവരുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. ഇവിടുത്തെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് വളരെ വാലി കുറഞ്ഞ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ള ഒരു പ്രദേശമാണ്. സോയിൽ ടൈപ്പ് എന്ന് പറയുന്നത് റെഡ് ലോം സോയിലാണ് ഇവിടെ കണ്ടുവരുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ ആലത്തൂർ, പാലക്കാട്, കുന്നമംഗലം, നെന്മാറ. റെഡ് ലോമിന്റെ പ്രത്യേകത ഇതും ഒരു ലോ ഓൾട്ടിറ്റ്യൂഡ് സോൺ ആണ്. ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും വളരെ ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ടോപ്പോഗ്രഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള വാലീസും അതുപോലെ തന്നെ ഹിൽസ്, സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള ഹിൽസും കണ്ടുവരുന്ന പ്രദേശമാണ്. ഇവിടുത്തെ സോയിൽ ടൈപ്പ് റെഡ് ലോം സോയിൽ തന്നെയാണ്. പ്രധാനമായും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പാറശാല, അതിയന്നൂർ, നേമം, നെയ്യാറ്റിൻകര. ചിറ്റൂർ ബ്ലാക്ക് സോയിൽ. ചിറ്റൂർ ബ്ലാക്ക് സോയിൽ പ്രധാനമായിട്ടും ഒരു ലോ ഓൾട്ടിറ്റ്യൂഡ് സോൺ ആണ്. ഇവിടെയും സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കോൺസെൻട്രേഷൻ പ്രധാനമായും 3-4 മാസം കണ്ടുവരുന്നു. മാക്സിമം കോൺസെൻട്രേഷൻ ജൂലൈയിലും. അതേസമയം നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി വീക്ക് ആണ്. ഇനി ഈ ഒരു പ്രദേശത്തിന്റെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് മോഡറേറ്റ് സ്ലോപ്പുള്ള ഹിൽസ് ഉള്ള സ്ഥലമാണ് ചിറ്റൂർ പ്രദേശം. ഇനി ഇവിടെ കണ്ടുവരുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോയിലാണ്. ഇത് പ്രധാനമായും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും ചിറ്റൂരുമാണ്. കുട്ടനാട്. കുട്ടനാട് എന്ന് പറയുന്നതും ഒരു ലോ ഓൾട്ടിറ്റ്യൂഡ് സോൺ ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും വളരെ ശക്തമായിട്ട് മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. ഇവിടുത്തെ ടോപ്പോഗ്രഫി പറയുന്നത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലെവൽ ലാൻഡ്സ് ഉള്ള വാലീസ് ഉള്ള പ്രദേശമാണ് കുട്ടനാട്. പക്ഷേ അവിടെയായിട്ട് റേസ്ഡ് ആയിട്ടുള്ള ഗാർഡൻ ലാൻഡ്സും കണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ സോയിൽ ടൈപ്പ് പീറ്റ് അല്ലെങ്കിൽ കാരി സോയിലാണ്. പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പുളിങ്കീഴ്, വെളിയനാട്, ചമ്പക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. റിവർ ബാങ്ക് അലൂവിയം ഇതും ഒരു ലോ ഓൾട്ടിറ്റ്യൂഡ് സോൺ തന്നെയാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും വളരെ ആക്റ്റീവായിട്ട് മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ് റിവർ ബാങ്ക് അലൂവിയം. ഇവിടുത്തെ പ്രത്യേകതയും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വാലീസും ലെവൽ ലാൻഡ്സും കണ്ടുവരുന്നു. ഒപ്പം തന്നെ റേസ്ഡ് ആയിട്ടുള്ള ഗാർഡൻ ലാൻഡ്സും ഉണ്ട്. ഇവിടുത്തെ സോയിൽ ടൈപ്പ് അലൂവിയം സോയിലാണ്. ഇനി ഇത് പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ നദികളുടെ ബാങ്ക്സിൽ നാരോ സ്ട്രെച്ചസ് ആയിട്ടാണ് റിവർ ബാങ്ക് അലൂവിയം കണ്ടുവരുന്നത്. ഇനി അവസാനത്തത് ഹൈ റേഞ്ചസ്. 500 മീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള പ്രദേശങ്ങളെയാണ് ഹൈ റേഞ്ചസ് എന്ന ഗണത്തിൽ അല്ലെങ്കിൽ സോണിൽ പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂണും ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് മഴ പെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത വളരെ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള ഹിൽസും അതുപോലെ നാരോ വാലീസും കണ്ടുവരുന്നു. ഇവിടെ കണ്ടുവരുന്ന സോയിൽ റെഡ് സോയിലാണ്. അതുപോലെ ഇത് പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, അട്ടപ്പാടി, ദേവികുളം തുടങ്ങിയവയാണ്.